ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന ക്ലാസ്സിൽ ബൈബിളിലെ 31-ാമത്തെ പുസ്തകമായ ഓബദ്യാവാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത്. ഓബദ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം, ആ പേരിൻ്റെ അർത്ഥം യഹോവയുടെ ദാസൻ, സെർവൻ്റ് ഓഫ് ഗോഡ് എന്നാണ്. അല്ലെങ്കിൽ യഹോവയുടെ ആരാധകൻ, ദ വേർഷിപ്പർ ഓഫ് യഹോവ എന്നും വേണമെങ്കിൽ അർത്ഥം പറയാവുന്നതാണ്. അപ്പോൾ ഓബദ്യാവ് യഹോവയുടെ ദാസൻ, യഹോവയെ ആരാധിക്കാനായിട്ട് തീരുമാനിച്ചവൻ ആണ് എന്ന് വ്യക്തമാണ്. പ്രവചനം ഏദോമിനെക്കുറിച്ചാണ്. 1-ാം വാക്യത്തിൽ തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓബദ്യാവിന്റെ ദർശനം യഹോവയായ കർത്താവ് ഏദോമിനെക്കുറിച്ച്. അപ്പോൾ പ്രവചനം ഏദോമിനെക്കുറിച്ചാണ് എന്ന് 1-ാം വാക്യത്തിൽ തന്നെ കിടക്കുന്നു. ഓബദ്യാവിൻ്റെ പുസ്തകത്തിനൊരു പ്രത്യേകത ഉള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം, ഷോർട്ടസ്റ്റ് ബുക്ക് ഓഫ് ഓൾ ടെസ്റ്റമെൻറ്റ്. ഒരൊറ്റ അധ്യായം മാത്രമേ ഉള്ളൂ, 21 വാക്യങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം എന്ന പേര് ഈ പുസ്തകത്തിനാണ് ഉള്ളത് എന്നറിയാമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ആശയം 3-ാം വാക്യത്തിലാണ് കിടക്കുന്നത്. അധ്യായം പറയേണ്ടതില്ല, കാരണം ഒരധ്യായമേ ഉള്ളല്ലോ. 3-ാം വാക്യത്തിൽ പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആർ എന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ, നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. ലാസ്റ്റ് പാർട്ട്, നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. ഏറ്റവും വലിയൊരു സന്ദേശമാണ് ചെറിയ പുസ്തകത്തിലുള്ള വലിയ സന്ദേശം. എന്താണ്? മനുഷ്യരുടെ എല്ലാം പ്രോബ്ലം, രാജ്യങ്ങളുടെ പ്രോബ്ലം, ഏദോമിൻ്റെ പ്രശ്നം എന്താണ്? നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. പ്രധാന സന്ദേശം 15-ാമത്തെ വാക്യത്തിലാണ് ഉള്ളത്. നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. 15-ാം വാക്യം, നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. ദൈവം കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അഹങ്കാരത്തോടെ നീ പ്രവർത്തിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. അത് നിന്നെ ചതിക്കുകയാണ് എന്ന് നീ തിരിച്ചറിയാത്തത് കൊണ്ട് നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. ആകെ ഒരു അധ്യായമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. എങ്കിലും പുസ്തകത്തെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയും 17 മുതൽ 21 വരെയും, അങ്ങനെ 2ആയിട്ട് നമുക്ക് ഈ പുസ്തകത്തെ വിഭജിച്ച് പഠിക്കാം. ആദ്യത്തെ ഭാഗത്ത്, അതായത് ആദ്യത്തെ 16 വാക്യങ്ങളിൽ ഏദോമിൻ്റെ നാശമാണ് പ്രവചിച്ചിരിക്കുന്നത്. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ യഥാസ്ഥാനത്വം, ഇപ്പോൾ ഡിസ്ട്രക്ഷൻ ഓഫ് ഏദോം ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ, ഈ 2 കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഏദോം നാശത്തിന് വിധേയപ്പെടുന്നു, ഇസ്രായേൽ മടങ്ങി വരുന്നു. നമ്മൾ ഈ ഏദോം ആരാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകോട്ടുള്ളൊരു അന്വേഷണത്തിൽ പോകുമ്പോൾ ഏശാവും യാക്കോബും അവർ രണ്ടുപേരും സഹോദരന്മാരായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഈ 2 സഹോദരന്മാരിൽ നിന്ന് 2 രാജ്യങ്ങളുണ്ടായി. അതിൽ ഏദോമും ഇസ്രായേലും. മനസ്സിലായോ? 2 തരം പൗരത്വങ്ങൾ നമുക്ക് കാണാം. ഒന്ന് സ്വർഗീയ പൗരത്വം, മറ്റേത് ഭൗമികമായിട്ടുള്ള പൗരത്വം. അപ്പോൾ ഏശാവിൻ്റേത് ഭൗമിക പൗരത്വം, എന്നാൽ യാക്കോബിൻ്റേത് സ്വർഗീയ പൗരത്വം. 2 സ്വഭാവങ്ങൾ രൂപപ്പെടുന്നത് നമുക്ക് കാണാം. ഇവിടെ വായിച്ചല്ലോ, ഒന്ന് അഹങ്കാര മനോഭാവം, മറ്റേത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ആശ്രയിച്ചുള്ള മുൻപോട്ടുള്ള പോക്ക്. ഒന്ന് മത്സരം, മറ്റേത് ദൈവ വിളിക്ക് അനുസരിച്ച് വേർതിരിഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. 2 സഹോദരന്മാർ, ഏശാവും യാക്കോബും, 2 രാജ്യങ്ങളാകുന്നു ഏദോമും ഇസ്രായേലും. 2 സ്വഭാവങ്ങൾ, 2 പൗരത്വങ്ങൾ ഉണ്ടാകുന്നു, ദൈവിക സ്വഭാവവും ഭൗമിക അല്ലെങ്കിൽ പൈശാചിക സ്വഭാവവും, അഹങ്കാരം, മത്സരം ഒക്കെ. എന്നാൽ സ്വർഗീയ പൗരത്വമുള്ള ആൾ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവം തിരഞ്ഞെടുത്തതിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നു. ഓബദ്യാവ് എന്നുള്ള പേര് നിങ്ങൾ ബൈബിളിൽ അന്വേഷിക്കുകയാണെങ്കിൽ 13 പേരുണ്ട്. ഓബദ്യാവ് എന്ന് പേരുള്ള 13 പേരെ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ ഓബദ്യാവിനെക്കുറിച്ച് വ്യക്തിവിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. 1-ാമത്തെ അധ്യായം 1-ാം വാക്യം, ആകെ ഒരധ്യായമുള്ള ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. 1-ാം വാക്യം വായിക്കുകയാണെങ്കിൽ ഓബദ്യാവിൻ്റെ ദർശനം, നത്തിങ് മോർ. അതിനേക്കാൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ജന്മദേശം എന്താണെന്ന് പറഞ്ഞിട്ടില്ല, മാതാപിതാക്കൾ ആരാണെന്ന് പറഞ്ഞിട്ടില്ല, കുടുംബം, അതിനെക്കുറിച്ചൊന്നും ഒരു നിശ്ചയം നമുക്കില്ല. ഇങ്ങനെ തങ്ങളുടെ വ്യക്തിത്വം എന്തെന്ന് വെളിപ്പെടുത്താത്ത മറ്റ് പ്രവാചകന്മാരും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, മൈനർ പ്രോഫറ്റ്സിൻ്റെ കൂട്ടത്തിൽ 4 പേരെങ്കിലും കാണാം. ഹബക്കുക്ക്, ഹഗ്ഗായി, മലാഖി, ഓബദ്യാവ്. ഈ 4 പേരും
അവരാരാണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നൽകുന്നില്ല. കിട്ടിയോ? ഹബക്കുക്ക്, ഹഗ്ഗായി, മലാഖി, ഓബദ്യാവ്. അവരാരാണെന്നുള്ളതും ഏത് ദേശത്തു നിന്ന് വന്നു, മാതാപിതാക്കൾ, കുടുംബം, ഭാര്യ, മക്കൾ, ഇതേക്കുറിച്ചൊന്നും ഒരു വിശദാംശങ്ങളും നൽകുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ ഓബദ്യാവ് എന്നുള്ള പേരിൻ്റെ അർത്ഥം പറഞ്ഞത് ഓർക്കുന്നുണ്ടെങ്കിൽ, അവൻ ദൈവത്തിൻ്റെ ആരാധകനും ദൈവത്തിൻ്റെ ദാസനും ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. ആ പേരിനൊത്ത് ജീവിച്ചു. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു ജീവിതമാണ് ഓബദ്യാവ് നയിച്ചത്. യഹോവയുടെ ദാസനായതുകൊണ്ട് വംശാവലിയില്ല, നേട്ടങ്ങളില്ല, അനുഭവങ്ങളില്ല. എല്ലാം താൻ ദൈവത്തിൻ്റെ ദാസനായിട്ട് തന്നെ താഴ്ത്തി തന്നെത്താൻ ഉയർത്തുന്നില്ല. അങ്ങനത്തെ ആളുകൾ വേദപുസ്തകത്തിൽ വേറെ ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ യാക്കോബ്, പത്രോസ്, പൗലോസ് മുതലായ ആളുകളൊക്കെ ലേഖനങ്ങൾ എഴുതിയപ്പോൾ എന്താ അവർ പറഞ്ഞത്? യാക്കോബിൻ്റെ ലേഖനം എങ്ങനെ തുടങ്ങുന്നത്? നമ്മളാണ് എങ്ങനെ തുടങ്ങിയതിന്? യേശുവിൻ്റെ സഹോദരനായ, ഇല്ല, അങ്ങനെ അല്ലല്ലോ, ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്. 2 പത്രോസ് 1:1 പത്രോസ് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദാസനും മുൻഗണന അതിനാണ് കൊടുത്തേക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്. പക്ഷേ ഒന്നാമത് ദാസൻ എന്നുള്ളതാണ് ഊന്നി പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ ദാസനും ആണോ? യേശുക്രിസ്തുവിൻ്റെ ദാസൻ. ഫിലിപ്പിയ ലേഖനം 1:1 പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും. ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും. യൂദായുടെ ലേഖനം നോക്കിയാൽ യൂദ ഒരധ്യായമേ ഉള്ളൂ, 1-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനും. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ. ഇതുപോലെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസനാണ്, അതിലപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല എന്ന് വിശ്വസിച്ച ആളുകൾ പലരുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഒരാളാണ് ഓബദ്യാവ്. ഓബദ്യാവ് യഹൂദ രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണെന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചന കാലഘട്ടം നിർണ്ണയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം ഒരുപാട് വീക്ഷണങ്ങൾ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രാജാക്കന്മാരുടെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു രാജാവിൻ്റെ ആകെ ഒരു അധ്യായമേ ഉള്ളൂ, 21 വാക്യമേ ഉള്ളൂ. അതിനിടയ്ക്ക് താൻ ഏദോമിനെക്കുറിച്ച് പ്രവചിക്കുന്നു എന്നുള്ളതല്ലാതെ തൻ്റെ കാര്യമോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ പേരുകളോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രവചന കാലഘട്ടം നിർണ്ണയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യഹൂദ രാജ്യത്ത് ജീവിച്ചിരുന്നു എന്ന് ഏകദേശം ഈ പ്രവചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രവചന വിഷയം പറഞ്ഞല്ലോ, 1-ാം വാക്യത്തിൽ തന്നെ ഏദോമിനെക്കുറിച്ചാണ്. ഏദോം ഏശാവിൻ്റെ പിൻതലമുറക്കാരാണ്. ഇസ്രായേൽ യാക്കോബിൻ്റെ പിൻതലമുറക്കാരും. ഇവർ തമ്മിൽ ജന്മം മുതൽ തന്നെ ഒരു വൈരം ഉണ്ടായിരുന്നു എന്നറിയാമല്ലോ. ഉൽപ്പത്തി 25-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യാക്കോബ് ജനിക്കുമ്പോൾ തന്നെ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു, അല്ലേ? അങ്ങനെയാണ് അവർ പുറത്തു വരുന്നത്. പുറത്തു വരുമ്പോൾ തന്നെ കുതികാലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. 25-26 ഉൽപ്പത്തി. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു, അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. കണ്ടോ? യാക്കോബ് ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബ് എന്ന് പേരിട്ടു. അങ്ങനെയാണ് ജന്മം. അന്ന് തുടങ്ങിയ മത്സരമാണ് ഇവർ തമ്മിൽ, അല്ലേ? അവരുടെ സന്തതി പരമ്പരകളും ഈ മത്സരം തുടരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏദോമിൻ്റെ സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ അഹന്ത, കയ്പ്, വൈരാഗ്യം ഇതെല്ലാം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സ്വഭാവങ്ങൾ വെച്ചു പുലർത്തുകയും ഇസ്രായേലുമായി നിരന്തരം മല്ലിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്താണ് അവർ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഏദോമിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് പ്രവചന വിഷയം. 1-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയാണെങ്കിൽ, ഓബദ്യാവിന്റെ ദർശനം, യഹോവയായ കർത്താവ് ഏദോമിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഏദോമിനെ കുറിച്ച്. അപ്പം ഏദോമിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് വാസ്തവത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ നാം കാണുന്ന വിഷയം. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഏദോമിനെ ദൈവം താഴ്ത്തും, ഞാൻ നിന്നെ ഇറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് ഞാൻ നിന്നെ ഇറക്കും. കാരണം അവന്റെ ഹൃദയം അഹങ്കരിച്ചിരിക്കുന്നത് കൊണ്ട് നിന്നെ താഴ്ത്തും, നിന്നെ ഇറക്കും. 5-ാം വാക്യത്തിൽ ഏദോമിൻ്റെ നാശം പൂർണ്ണമായിരിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളവിടെ വായിക്കുമ്പം 1-5 മുതൽ 9 വരെ വായിക്കണം. ഏവനും ഛേദിക്കപ്പെടും. 9-ാം വാക്യത്തിലാണ് ഏവനും ഛേദിക്കപ്പെടും. 5 മുതൽ 9 വരെ നമുക്കൊന്ന് വായിക്കാം. കള്ളന്മാർ നിന്റെ അടുക്കൽ വന്നാലോ, രാത്രിയിൽ പിടിച്ചുപറിക്കാർ വന്നാലോ, നീ എങ്ങനെ നശിച്ചു പോയിരിക്കുന്നു?
അവർ തങ്ങൾക്ക് മതിയാകുവോളം മോഷ്ടിക്കയില്ലയോ? മുന്തിരിപ്പഴം പറിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ അവർ ഏതാനും കാലാപ്പഴം ശേഷിപ്പിക്കയില്ലയോ? ഏശാവിനുള്ളവരെ കണ്ടുപിടിച്ചിരിക്കുന്നതും അവന്റെ നിക്ഷേപങ്ങളെ തിരഞ്ഞു കണ്ടിരിക്കുന്നതും എങ്ങനെ? നിന്നോട് സഖ്യതയുള്ളവരൊക്കെയും നിന്നെ അതിരോളം അയച്ചു കളഞ്ഞു. നിന്നോട് സന്ധിയുള്ളവർ നിന്നെ ചതിച്ച് തോൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ആഹാരം ഭക്ഷിക്കുന്നവർ നിനക്ക് കെണിവെക്കുന്നു. അവന് ബുദ്ധി ഒട്ടുമില്ല. അന്നാളിൽ ഞാൻ ഏദോമിൽ നിന്ന് ജ്ഞാനികളെയും ഏശാവിന്റെ പർവ്വതത്തിൽ നിന്ന് വിവേകത്തെയും നശിപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 9-ാം വാക്യം കേൾക്കുക. ഏശാവിന്റെ പർവ്വതത്തിൽ ഏവനും കൊലയാൽ ഛേദിക്കപ്പെടുവാൻ തക്കവണ്ണം തേമാനെ നിന്റെ വീരന്മാർ ഭ്രമിച്ചു പോകും. ഏവനും ഛേദിക്കപ്പെടുവാൻ തക്കവണ്ണം. ആ പ്രയോഗം ശ്രദ്ധിക്കുക. ബാക്കി വാക്യങ്ങളെല്ലാം ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഏദോമിൻ്റെ നാശം പൂർണ്ണമായിരിക്കും, പതനം പൂർണ്ണമായിരിക്കും. ആരും ശേഷിക്കാത്ത തരത്തിൽ ഏവനും ഛേദിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ ഏദോമിനെ തകർത്ത് കളയാനായിട്ട് എന്തു കുറ്റമാണ് ഏദോം ചെയ്തത് എന്ന് ചോദിച്ചാൽ 12-ാം വാക്യത്തിൽ ഏദോമിൻ്റെ കുറ്റം എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ സഹോദരന്റെ ദിവസം അവന്റെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ട് രസിക്കേണ്ടതല്ല. നീ യഹൂദരെ കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. അവരുടെ കഷ്ട ദിവസത്തിൽ നീ വമ്പ് പറയേണ്ടതല്ല. എന്റെ ജനത്തിന്റെ അപായ ദിവസത്തിൽ നീ അവരുടെ വാതിലിനകത്ത് കടക്കേണ്ടതല്ല. അവരുടെ അപായ ദിവസത്തിൽ നീ അവരുടെ അനർത്ഥം കണ്ട് രസിക്കേണ്ടതല്ല. അവരുടെ അപായ ദിവസത്തിൽ അവരുടെ സമ്പത്തിന്മേൽ നീ കൈവെക്കേണ്ടതല്ല. അല്ല, അപ്പം പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ സഹോദര സ്നേഹം കാണിച്ചില്ല. ഇസ്രായേലിൻ്റെ അനർത്ഥം കണ്ടവൻ രസിക്കുകയാണ് ചെയ്തത്. ചരിത്രത്തിൽ ഈ കാര്യം സംഭവിച്ചത് എപ്പോഴാണ്, എന്താണെന്നുള്ളത് ഓർമ്മയുണ്ടോ? സംഖ്യാപുസ്തകത്തിലേക്ക് പോയാൽ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ യാത്രയിലായിരുന്ന ഇസ്രായേൽ മക്കൾ ഏദോം ദേശത്തുകൂടെ കടന്നു പോകാനായിട്ടൊരു അനുവാദം ചോദിച്ചു. ഞങ്ങൾ നേരെ വീതിയിൽ കൂടി പോയിക്കൊള്ളാം, ഒന്നും പറിക്കുകയോ നോക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? സമ്മതിച്ചോ? അനുവദിച്ചോ? എല്ലാം അനുവദിച്ചില്ല. നമുക്ക് 20-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. അനന്തരം മോശെ കാദേശിൽ നിന്ന് ഏദോം രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെയും നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ പോയി ഏറിയ കാലം പാർത്തു. മിസ്രൈമർ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഡിപ്പിച്ചു. ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ട് ഒരു ദൂതനെ അയച്ചു, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഞങ്ങൾ നിന്റെ അതിരിങ്കലുള്ള പട്ടണമായ കാദേശിലെത്തിയിരിക്കുന്നു. അപ്പം അവിടെ ചരിത്രം വരികയാണ്. ഞങ്ങൾ നിന്റെ പട്ടണമായ കാദേശിന്റെ അരികിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ നിന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഒരു അനുവാദം ചോദിക്കുകയാണ്. നിന്റെ ദേശത്തൂടെ കടന്നു പോകാൻ അനുവദിക്കണം. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല. വയലിലും മുന്തിരിത്തോട്ടത്തിലും കയറുകയില്ല. കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. കിണറ്റിലെ വെള്ളം കുടിക്കുകയില്ല. ഞങ്ങൾ രാജപാതയിൽ കൂടി തന്നെ നടക്കും. രാജപാതയിൽ കൂടി തന്നെ നടക്കും. നിന്റെ അതിർ കഴിയും വരെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരികെയില്ല. ഇത് കൂടുതൽ പറയാൻ പറ്റുമോ? ഇടത്തോട്ടോ വലത്തോട്ടോ തിരികെയല്ല, ഒന്നും എടുക്കത്തില്ല. എന്നിട്ട് ഏദോം അവനോട്, ഏദോമിന്റെ മറുപടി, നീ എന്റെ നാട്ടിൽ കൂടി കടക്കരുത്. നീ എന്റെ നാട്ടിൽ കൂടി കടക്കരുത്. കടന്നാൽ ഞാൻ വാളുമായി നിന്റെ നേരെ പുറപ്പെടും എന്ന് പറഞ്ഞു. അപ്പം കണ്ടോ, അപ്പൊ സഹോദര സ്നേഹം കാണിച്ചില്ല അല്ലേ? ഇസ്രായേലിന്റെ അനർത്ഥം കണ്ട് അവരെങ്ങനെ പോകുമെന്നൊന്ന് കാണട്ടെ, ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് അവരുടെ ദേശത്തൂടെ കടന്നു പോകാൻ ഇസ്രായേലിനെ അനുവദിച്ചില്ല. എന്താ അതിൻ്റെ കാരണം? അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന പകയും വെറുപ്പും. നമുക്ക് ഓബദ്യാവിലേക്ക് തിരിച്ചു വന്ന് 10 മുതലുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആ പകയും കയ്പും കാണാനായിട്ട് സാധിക്കും. 10-ാം വാക്യം, നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസ നിമിത്തം ലജ്ജ നിന്നെ മൂടും. അതാണ് ചെയ്ത സാഹസം. അനുവാദം കൊടുത്തില്ല, അതുകൊണ്ട് ലജ്ജ നിന്നെ മൂടും. നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവന്റെ സമ്പത്ത് അപഹരിച്ചുകൊണ്ടുപോകും. നീ എതിരെ നിന്ന നാളിൽ, കണ്ടോ, ദയവായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ. നീ എതിരെ നിന്ന നാളിൽ. അപ്പോൾ ഈ തരത്തിൽ ഒരു എതിർപ്പ് സഹോദരനോട് കാണിച്ചത് കൊണ്ടാണ്, സഹോദര സ്നേഹം കാണിക്കാതെ ഒരു അനർത്ഥം കണ്ട് രസിക്കാനുള്ള മനസ്സ്, അഹങ്കാരം കാണിച്ചത് കൊണ്ടാണ് ദൈവം അവനെ നശിപ്പിച്ച് കളഞ്ഞത്. ഇതാണ് അവൻ്റെ കുറ്റം. എന്നിട്ട് 15-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയുടെ ദിവസം. ഓബദ്യാവ് 15-ാം വാക്യം 1-ാം അധ്യായത്തിൽ, സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. യഹോവയുടെ നാൾ. ഇതിനെക്കുറിച്ച് ചില പ്രവാചകന്മാർ ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ നമ്മൾ
കേട്ടത് ഓർമ്മയുണ്ടാവുമല്ലോ. യഹോവയുടെ ദിവസം അല്ലെങ്കിൽ യഹോവയുടെ നാൾ എന്തിൻ്റെ ദിവസമാണ്? അത് ന്യായവിധിയുടെ ദിവസമാണ്. വാക്യം മുഴുവൻ വായിക്കാം. സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോട് ചെയ്യും. നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും. നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. നിങ്ങളൊന്നും ചെയ്യണ്ട, ഞാൻ പകരം ചെയ്യും. നിങ്ങൾ ശത്രുവിനെ സ്നേഹിച്ചാൽ മതി, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. അപ്പം ന്യായവിധി അവർ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് ദൈവം അവർക്ക് അയക്കുന്നത്. അതൊരു സൈഡാണ്. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ഭാവിയിൽ ഒരു പ്രത്യാശ ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. 17-ാം വാക്യത്തിൽ നമുക്കത് വായിക്കാം. 17-ാമത്തെ വാക്യത്തിൽ ഒരു രക്ഷിത ഗണമുണ്ടാകും, എന്നാൽ വിശുദ്ധമായിരിക്കും. ഓക്കെ, എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണമുണ്ടാകും. ഒരു രക്ഷിത ഗണമുണ്ടാകും, അത് വിശുദ്ധമായിരിക്കും. അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. അപ്പോൾ താഴോട്ട് അങ്ങനെ വായിക്കുകയാണെങ്കിൽ യാക്കോബ് ഗൃഹം അവരുടെ അവകാശങ്ങളെ കൈവശമാക്കിയിട്ട് 21-ാം വാക്യത്തിൽ പറയുകയാണ്, യേശാവിൻ്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും, രാജത്വം യഹോവയ്ക്ക് ആകും. അങ്ങനെ പറഞ്ഞാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. യേശാവിന്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും, രാജത്വം യഹോവയ്ക്കാകും. രാജത്വം യഹോവയ്ക്കാകും. അങ്ങനെ ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് പ്രതികാരം ദൈവം ചെയ്യും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രധാനമായിട്ട് ഏദോമിനെ ദൈവം താഴ്ത്തുമെന്നും ഏദോമിൻ്റെ നാശം പൂർണ്ണമായിരിക്കുമെന്നും ഏദോമിൻ്റെ കുറ്റം അഹങ്കാരവും സഹോദര സ്നേഹം കാണിക്കാതെ സഹോദരൻ്റെ അനർത്ഥം കണ്ട് രസിച്ചു എന്നുള്ളതാണെന്നും യഹോവയുടെ ദിവസത്തിൽ അവന് ന്യായവിധി ഉണ്ടാകുമെന്നും യാക്കോബിൻ്റെ മക്കൾക്ക് ഭാവിയിൽ പ്രത്യാശ ഉണ്ടാകുമെന്നും ഈ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഏദോമിൻ്റെ തലസ്ഥാനം ബൊസ്ര ആയിരുന്നു എന്ന് യെശയ്യാവ് 63-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ബൊസ്രയിൽ നിന്ന് എന്നൊരു പ്രയോഗമുണ്ട്. പക്ഷെ അതെന്താണ് എന്നറിയാനായിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബൊസ്രയിൽ നിന്ന് വരുന്നോൻ ഇവനാർ. ബൊസ്ര ആരായി? ഈ ബൊസ്ര എന്താണെന്ന് ചോദിച്ചാൽ ഏദോമിൻ്റെ തലസ്ഥാനമാണ് ബൊസ്ര എന്ന് പറയുന്നത്. ഏദോം ഭാവിയിൽ ഏദോമിന് എന്താ സംഭവിച്ചത്? ദൈവം ഇങ്ങനെ ന്യായവിധി കൽപ്പിച്ചതുകൊണ്ട് ഏദോം ലോസ്റ്റ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി ആസ് എ നേഷൻ ആൻഡ് ഡിസപ്പിയർഡ് ഫ്രം ഹിസ്റ്ററി ബൈ AD 70. AD 70 ഒരു രാഷ്ട്രമെന്നുള്ള പദവി ഏദോമിന് നഷ്ടപ്പെടുകയും ചരിത്രത്തിൽ നിന്ന് തന്നെ ഏദോം മാഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ ഏദോമിനെക്കുറിച്ച് നാം കേൾക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഭൂമിയുടെ മുഖത്ത് നിന്ന് ഏദോമ്യരെയും കർത്താവ് എന്ത് ചെയ്തു? മായ്ച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് തുടക്കത്തിൽ എന്ത് പറഞ്ഞത്? പ്രധാനപ്പെട്ട ആശയം പറഞ്ഞപ്പോൾ, നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു, നീ എത്ര ഉയരത്തിൽ കൂടുവെച്ചാലും നിന്നെ അവിടെ നിന്ന് താഴെ ഇറക്കും, അതുപോലെ തന്നെ നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ മേൽ തന്നെ മടങ്ങി വരും എന്ന് പ്രവാചകൻ പ്രവചിച്ചത്. അതുകൊണ്ട് ഏദോമിനെ കുറിച്ചുള്ള ഈ ചെറിയ പ്രവചനം നമുക്ക് ധാരാളം ഇൻസൈറ്റ് നൽകുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഏദോമിനെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഓബദ്യാവിൻ്റെ പ്രവചനം പഠിക്കുക. ദൈവം നമ്മെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്ന് സഹായിക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം.